ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മരിയൻ ധ്യാനം എപ്പിസോഡ് 134. ലുത്തിനിയയെക്കുറിച്ചുള്ള നമ്മുടെ ധ്യാനം 47. തിരുവചന ജപമാല അല്ലെങ്കിൽ വചനക്കൊന്ത അല്ലെങ്കിൽ സാധാരണ ജപമാലയിൽ ലുത്തിനിയായിലുള്ള മറിയത്തിൻ്റെ വാഴ്ത്തുമൊഴികളിൽ 44 ദീർഘദർശികളുടെ രാജ്ഞി, ക്വീൻ ഓഫ് പ്രോഫറ്റ്സ് എന്നാണ്. പ്രവാചകന്മാരുടെ രാജ്ഞി എന്നും തർജ്ജമയാകാം. നമ്മൾ പഴയ തർജ്ജമ ദീർഘദർശികളുടെ രാജ്ഞി എന്നാണ്. ചിലരെന്നോട് ദൈവശാസ്ത്രപരമായ ചില ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. അപ്പം അതിന് ഞാൻ മറുപടികൾ മുമ്പ് കൊടുത്തിട്ടുണ്ട്. ഇല്ലേ, ദൈവമാതാവെന്ന് പറയണോ, ക്രിസ്തുമാതാവെന്ന് പറയണോ, ഈശോടമ്മ എന്ന് പറയണോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ഈ പ്രാർത്ഥനയിൽ, ജപമാലയിൽ ചില പ്രാർത്ഥനകൾ ഓരോരുത്തരും അച്ഛന്മാരെല്ലാം കൂട്ടിച്ചേർത്തന്നെ വിളിച്ചിട്ട് ചിലയിടത്തൊക്കെ ഒരു അല്പം എന്താ പറയുക, ഒട്ടും ചേരാത്ത ചില വാചകങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് ഞാൻ പറഞ്ഞായിരുന്നു. അതെല്ലാം തിരുത്തേണ്ടതുണ്ട്. അത് ബന്ധപ്പെട്ട മെത്രാന്മാരാണ് തിരുത്തേണ്ടത്. മാണിപ്പറമ്പിലച്ചൻ തിരുത്താൻ പറ്റില്ലല്ലോ. അങ്ങനെ ഓരോരുത്തരും തിരുത്തുന്ന ഒരു പ്രശ്നമാണ് ഈ ലിറ്റർജിയുടെ പ്രശ്നം. അപ്പോൾ അതിനകത്ത് ആ പ്രശ്നങ്ങളെല്ലാം മെത്രാന്മാരുടെ മുമ്പിൽ കൊണ്ടുവരികയും അത് ചില വേർഡിംഗ് എല്ലാം മാറ്റേണ്ടതുണ്ട്. അതിനകത്തൊരു ചെറിയ പ്രശ്നമുണ്ട്. അതായത് ആരെയാണ് സ്തുതിക്കേണ്ടത്, ആരെയാണ് ആരാധിക്കേണ്ടത്, അങ്ങനത്തെയുള്ള അതിലൊക്കെ ഈ അച്ഛന്മാർ വേണ്ടത്ര ശ്രദ്ധയില്ലാതെ, അച്ഛന്മാരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ കൂട്ടിച്ചേർത്തിട്ടുള്ള ചില സംഗതികളൊക്കെ പ്രശ്നമുണ്ട്. അത് ബന്ധപ്പെട്ട മെത്രാന്മാരുടെ മുമ്പിൽ കൊണ്ടുവരികയും മെത്രാന്മാർ പഠിച്ച് തിരുത്തുകയും വേണം. അത് മാണിപ്പറമ്പിലച്ചൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അങ്ങനെ ഓരോരുത്തരും കയ്യിലെടുക്കാൻ പറ്റില്ലല്ലോ. എങ്കിലും അത് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. അതൊക്കെ ഞാൻ ഈ മറിയത്തെക്കുറിച്ച് തന്നെ എന്തുമാത്രം പ്രസംഗങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഒരു പ്രസംഗം മാത്രം കേട്ടിട്ട് എല്ലാ പ്രസംഗത്തിലും എല്ലാ കാര്യം പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ സ്ഥിരമായി കേട്ട് എൻ്റെ നിലപാടുകളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് കാണുക. ഞാൻ പറയാനുള്ള കാര്യങ്ങൾ ദൈവശാസ്ത്രപരമായിട്ടും ബിബ്ലിക്കായിട്ടും ഏതാണ് ശരിയെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദീർഘദർശികളുടെ രാജ്ഞി. പഴയ നിയമത്തിൽ തുടക്കകാലത്ത്, അതായത് ഷെമുവേൽ പ്രവാചകൻ്റെ കാലത്തൊക്കെ പ്രവാചകന്മാർ എന്ന വാക്കല്ല ഉപയോഗിച്ചിരുന്നത്. ദീർഘദർശികൾ എന്നാണ്. ദീർഘദർശികൾ, സീയർ എന്ന് പറയും, സീയർ. പിന്നീടാണ് ഈ പ്രവാചകത്വം എന്ന് പറയുന്നത്. പ്രവാചകത്വം എന്ന് പറയുന്നത് ശരിക്കും മോശയുടെ കാലയളവോട് കൂടിയാണ്. ആ പ്രവാചകത്വത്തിനെ കുറിച്ച് നിർവചനം തന്നെ ആ വാക്കുകൾ ഇല്ലേ, സംഖ്യയുടെ പുസ്തകം 11-ാമത്തെ അധ്യായത്തിൽ ഇല്ലേ, നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനുണ്ടെങ്കിൽ ഞാൻ സ്വപ്നങ്ങളിലൂടെയും ദർശനങ്ങളിലൂടെയും പിന്നെ കടങ്കഥകളിലൂടെയും അവർക്ക് സന്ദേശം നൽകും. എന്നാൽ എൻ്റെ ദാസനായ മോശയോട് അങ്ങനെയല്ല. അവൻ ദൈവത്തിൻ്റെ മുഖം കാണുന്നു. അവന് ഞാൻ കൊടുക്കുന്നത് സ്വപ്നങ്ങളും ദർശനങ്ങളും അല്ല, മറിച്ച് അവൻ മുഖത്തോട് മുഖം സംസാരിക്കുന്നു ഞാനുമായിട്ട്. എൻ്റെ മുഖം അവൻ കാണുന്നു. അപ്പോൾ പ്രവാചകന് വേണ്ട ഗുണങ്ങൾ പറഞ്ഞിരിക്കുന്നതാണ്. 1, ദൈവവുമായിട്ട് മുഖത്തോട് മുഖം സംസാരിക്കുക. 2, ദൈവത്തിൻ്റെ സ്നേഹിതനായിരിക്കുക. 3, കുടുംബത്തിൻ്റെ മുഴുവൻ, അവനെ ഞാൻ എൻ്റെ ഭവനത്തിൻ്റെ മുഴുവൻ ചുമതല ഏൽപ്പിച്ചിരിക്കുന്ന ദാസനാണ്. അവിടെ കുടുംബം എന്ന് പറഞ്ഞ ഇസ്രായേലാണ്. ദൈവജനത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തം. അപ്പോൾ പ്രവാചകത്വത്തിന് തന്നെ പുതിയൊരു നിർവചനം കൊടുക്കുകയാണ് മോശയുടെ കാലത്തോടു കൂടി. അതിനു മുമ്പ് അറിയപ്പെട്ടിരുന്നത് ദീർഘദർശികൾ എന്നാണ്. ഇല്ലേ, എൻ്റെ പശുവിനെ കാണാനില്ല എന്ന് പറഞ്ഞ് സാവൂള് ഷമുവേൽ പ്രവാചകൻ്റെ അടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഇപ്പോൾ കരിസ്മാറ്റിക് പ്രവചനപരം, അത് ദീർഘദർശികളുടെ ഒരു രീതി ആണ് പഴയ നിയമത്തിൽ. അപ്പോൾ പഴയ നിയമത്തിൽ ദീർഘദർശികളുണ്ട്, പ്രവാചകന്മാരുണ്ട്. പുതിയ നിയമത്തിൽ പ്രവാചകന്മാരെന്ന് പറഞ്ഞ് ഈ 2 അർത്ഥത്തിലും അല്ല. കാരണം പ്രവചനങ്ങളെല്ലാം നിറവേറി. അപ്പോൾ പുതിയ നിയമം പൂർത്തീകരണത്തിൻ്റെ കാലയളവാണ്. ഇവിടെ പ്രവചിക്കാനൊന്നുമില്ല. പിന്നെ എന്താ പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ? സഞ്ചരിച്ചുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കുകയും സഭ സ്ഥാപിക്കുകയും ചെയ്ത പൗലോസിനെ പോലുള്ള ആളുകളെയാണ് പ്രവാചകന്മാരെന്ന് പറയണേ. നമ്മൾ ബൈബിളിൽ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ദീർഘദർശികളുടെ രാജ്ഞി എന്നാണ്. രാജ്ഞി എന്നതിനെക്കുറിച്ച് ഞാൻ വളരെ വിശദമായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് നിങ്ങൾ കാണുക. മറിയത്തെ രാജ്ഞി എന്ന് വിളിക്കാൻ ബിബ്ലിക്കൽ റൂട്ട്, ബൈബിളിലെ തെളിവുകൾ നമ്മൾ ചർച്ച ചെയ്യണേ. ബൈബിളിലെ ഇപ്പോഴും പെന്തക്കോസ്തുകാരും യഹോവ സാക്ഷികളും വന്നിട്ട് അച്ഛൻ ബൈബിൾ പ്രസംഗിക്കൂ, വചനം പ്രസംഗിക്കുന്നു പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഏതാണ് ബൈബിളിൽ ഇല്ലാത്തതെന്നൊരു ചൂണ്ടിക്കാണിക്കുമോ? ഇല്ല. ക്രിസ്ത്യാനികളുടെ വാക്ക് പോലും ബൈബിളിലുള്ളതാണ്. അപ്പോൾ ഈ യഹോവ സാക്ഷികളും പെന്തക്കോസ്തുകാരും ദൈവസഭക്കാരൊക്കെ ഒരു പ്രശ്നം, അവർക്ക് മറിയത്തെ കണ്ണിന് നേരെ കണ്ടുകൂടാ, കുർബാനയെ കണ്ണിന് നേരെ കണ്ടുകൂടാ. അതുകൊണ്ട് അവരെക്കുറിച്ച് ബൈബിൾ പറയുന്നതൊക്കെ അവർ തെറ്റാന്ന് വിചാരിക്കും. അത് അവരുടെ ഒരു ബേസിക് പ്രശ്നമാണ്. അവരെ നയിക്കുന്നത് പരിശുദ്ധാത്മാവല്ല എന്നർത്ഥം. എനിവേ, ഈ ദീർഘദർശികളുടെ രാജ്ഞി എന്ന് പറയുമ്പോൾ നമുക്കതിൽ തന്നെ ഫോക്കസ് ചെയ്യാം. സിയേഴ്സ് എന്ന് പറയാം. ലൂക്കാസിൻ്റെ സുവിശേഷം ഞാൻ മുമ്പൊരിക്കൽ അവതരിപ്പിച്ചിട്ടുണ്ട്, ഒന്നുകൂടി പറയാണ്. ഈ ലൂക്കാസ് 2 രചനകളാണ് പുതിയ നിയമത്തിൽ ചെയ്തിരിക്കുന്നത്. ഒന്ന് 3-ാമത്തെ സുവിശേഷം, മറ്റൊന്ന് അപ്പസ്തലന്മാരുടെ നടപടി. ഒന്നിന് പുറകെ മറ്റായിട്ട് കണ്ടിന്യൂറ്റ് ചെയ്യുന്ന തരത്തിലാണത് എഴുതപ്പെട്ടിരിക്കുന്നത്.
അങ്ങനെ മൊത്തം പരിശോധിക്കുകയാണെങ്കിൽ സ്ലീഹന്മാർ നടപടിയും മൂന്നാമത്തെ സുവിശേഷം നോക്കിയാൽ ഈ രക്ഷാചരിത്രത്തെ മൂന്നായി തിരിച്ചിരിക്കുകയാണ്. പ്രവാചകന്മാരുടെ കാലയളവ്, യേശുവിൻ്റെ കാലയളവ്, പിന്നെ സഭയുടെ കാലയളവ്. ഈ ഒന്നാമത്തെ അധ്യായം, ലൂക്കാസിനെ സൂചിച്ചിട്ട് ഒന്നാമത്തെ അധ്യായം 5 മുതൽ 3:20 വരെ പ്രവാചകന്മാരുടെ കാലയളവാണ്, ദീർഘദർശിയുടെ കാലയളവ്. അവിടെ കാണുന്ന മിക്കവാറും എല്ലാ ആളുകളും പഴയ നിയമത്തിലെ ആളുകളാണ്. സക്കറിയാസ്, എലിസബത്ത്, ജോസഫ്, മറിയം പുതിയ നിയമത്തിലേക്കും പഴയ നിയമത്തിലേക്കും ഉള്ള ലിങ്ക്, സ്നാവിയോഹനാൻ പഴയ നിയമത്തിലെ അവസാനത്തെ പ്രവാചകനാണ്, ഷിമയോൻ, അന്ന, ഇവരൊക്കെ പഴയ നിയമത്തിലെ ആളുകളാണ്. അപ്പോൾ ഈ ഒന്നാമത്തെ അധ്യായം 5 മുതൽ മൂന്നാമത്തെ അധ്യായം 20 വരെ പ്രവാചകന്മാരുടെ കാലയളവ് അല്ലെങ്കിൽ ദീർഘദർശിയുടെ കാലയളവാണ്. ആ കാലയളവിൽ 2 പേരെ നമുക്ക് ദേവാലയത്തിൽ കാണാം. ലൂക്കാസിൻ്റെ സുവിശേഷം 2:29-31. നീതിമാനും ദൈവഭക്തനും പരിശുദ്ധാത്മാവിൽ ജീവിച്ചിരുന്നതിനുമായ യെറൂസലമിലെ ശിമിയോൻ ഉണ്ണീശോയെ കൈകളിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, നാഥ, അങ്ങയുടെ വാക്കനുസരിച്ച് അങ്ങ് ഇപ്പോൾ ഈ അടിയനെ സമാധാനത്തിൽ വിട്ടയക്കുന്നു. എന്തെന്നാൽ അങ്ങ് സകല ജനങ്ങളെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന അങ്ങയുടെ രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. പിന്നെ ഒരു ദീർഘദർശിയുടെ, പഴയ നിയമത്തിൽ ദീർഘദർശികളാണല്ലോ, ആ ദീർഘദർശിയുടെ അതേ ദർശനത്തോടെ മറിയത്തോട് പറഞ്ഞു, ഈ ശിശു അനേകരുടെ ഉയർച്ചയ്ക്കും കുറേ പേരുടെ തകർച്ചയ്ക്കുമായിട്ട് തർക്കത്തിന് അടയാളമായി, വിവാദ വിഷയമായി, മറുത്തു പറയുന്ന ഒരു അടയാളമായി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറും. അതൊരു ദീർഘദർശിയാണ്. ഈ ഈ ഈ ശിമയോൻ പറയാണ്. ശിമയോൻ ആ നേരത്തെ എന്താ പറഞ്ഞത്? പരിശുദ്ധാത്മാവിൽ ജീവിച്ചിരുന്ന ആ മനുഷ്യൻ പറയാണ്, അങ്ങ് ഇപ്പോൾ അടിയനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. സകല ജനങ്ങൾക്ക് മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന അങ്ങയുടെ രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. ഏതാണ് രക്ഷ? മറിയത്തിൻ്റെ കൈകളിലിരിക്കുന്ന ആ കുഞ്ഞ്, യൗസേപ്പ് പിതാവിൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞ്, ആ കുഞ്ഞിനെ ഈ എടുത്തിട്ടാണ് ശിമയോൻ ഇങ്ങനെ പറയുന്നത്. ആ കുഞ്ഞാണ് രക്ഷ. ആ കുഞ്ഞിൻ്റെ അമ്മയാണ് മറിയം, രക്ഷകൻ്റെ അമ്മ. ആ അമ്മയെക്കുറിച്ചാണ് പറഞ്ഞത്, നിന്റെ ഹൃദയത്തിലൊരു വാൾ കയറും. ഇത് ബൈബിളിലില്ലേ? എന്നിട്ടും ഈ മറിയത്തെ ഇങ്ങനെ മോശമായി ചിത്രീകരിക്കാൻ എങ്ങനെയാണ് പെന്തക്കോസ്തക്കാർക്കും യഹോവ സാക്ഷികൾക്കും ദൈവസഭക്കാർക്കും മറ്റും നാവ് പൊങ്ങുന്നേ? ഇത്രയും ശക്തമായി വചനം പറഞ്ഞിട്ടും. ആ സമയത്ത് തന്നെ, അപ്പോൾ ദീർഘദർശികളുടെ ഒരു പ്രതിനിധിയാണ് ഈ ശിമയോൻ. ആ സമയത്ത് തന്നെ സ്ത്രീകളുടെ പ്രതിനിധിയായിട്ട് ഫനുവേലിൻ്റെ മകളും ആസേർ ഗോത്രത്തിൽ പെട്ടവളുമായ അന്ന എന്നൊരു പ്രവാചിക അടുത്ത് നിന്ന് ദൈവത്തെ സ്തുതിച്ചു. യെറൂസലമിന് വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും അവനെക്കുറിച്ച് പ്രസ്താവിച്ചു. ഈ സ്ത്രീ എത്ര പ്രായമുണ്ടെന്നൊക്കെ നിങ്ങൾ അവിടെ നോക്കിയാൽ മതി. അവരെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് 7 വർഷം ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചു, പിന്നെ 84 വർഷം വിധവയായി ജീവിച്ചു, സദാസമയം ദേവാലയത്തിലായിരുന്നു ഇവൾ. ഈ പറഞ്ഞ പ്രവാചിക. ലൂക്കാസ് 1:34-38 ഞാൻ പറയണേ. അപ്പോൾ പഴയ നിയമത്തിലെ പുരുഷ പ്രവാചകന്മാരുടെ പ്രതിനിധിയാണ് ശിമയോൻ. സ്ത്രീ പ്രവാചികമാരുടെ പ്രതിനിധിയാണ് ഈ അന്ന എന്ന പ്രവാചിക. അവർ ദേവാലയത്തിൽ വന്ന് യേശുവിനെ കണ്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്, മറിയത്തോട് സംസാരിക്കുകയാണ്, ജോസഫിനോട് സംസാരിക്കുകയാണ്. യേശു രാജാധിരാജനും കർത്താവുമാണെന്ന് വെളിപാട് പുസ്തകം 19:16 എഴുതിയിട്ടുണ്ട്. അവൻ നമ്മെ രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കിയെന്ന് വെളിപാട് പുസ്തകം 1-ാമത്തെ അധ്യായം 5-6 എഴുതിയിട്ടുണ്ട്. നമ്മളെ പുരോഹിതന്മാരും രാജാക്കന്മാരുമാക്കി. മറിയത്തിൻ്റെ മകനാണ് രാജാധിരാജൻ, കിങ് ഓഫ് കിങ്സ്, കർത്താവ്, ദ റൂളർ ഓഫ് റൂളേഴ്സ്. അങ്ങനെയെങ്കിൽ ഈ രാജാധിരാജനായ ഈശോമിശിഹയുടെ അമ്മ രാജ്ഞിയല്ലേ? ദ ക്വീൻ മദർ, രാജമാത, അമ്മ മഹാറാണി. ഇതേക്കുറിച്ച് നമ്മൾ വളരെ വിശദമായി കണ്ടതാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് പോകുന്നില്ല. യേശു രാജാധിരാജനാണെങ്കിൽ ആ യേശുവിനെയാണ് ശിമയോൻ, ഇങ്ങനെ പ്രവാചകനായ ശിമയോൻ കൈകളെടുത്ത് ദൈവം ഒരുക്കിയ രക്ഷയാണെന്ന് പറഞ്ഞെങ്കിൽ, ഈ അന്ന എന്ന പ്രവാചക ഈ യേശുവിനെ പ്രതി ദൈവത്തെ സ്തുതിക്കുകയും എല്ലാവരും പറയും ചെയ്തെങ്കിൽ, ആ യേശുവിൻ്റെ അമ്മയായ, രാജാധിരാജൻ യേശുവിൻ്റെ അമ്മയായ മറിയം ദീർഘദർശികളുടെ രാജ്ഞി അല്ലേ? ആണ്. തിരുവചനമാണ് പറയണേ. അപ്പോൾ പിന്നെ അവള് രാജ്ഞിയായിട്ടാണ് സ്വർഗത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. വെളിപാട് ദിവസം 12:1 12 നക്ഷത്രങ്ങൾ കൊണ്ട് കിരീടം വെച്ചിട്ടാണ് മറിയം വരുന്നത്. അവളെ രാജ്ഞിയായിട്ട് തന്നെയാണ് കർത്താവ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇത് തിരുവചനമല്ലേ? പിന്നെ എന്തിനാണ് മറിയത്തെ ഇങ്ങനെയൊന്നും വിളിക്കാൻ പാടില്ല എന്ന് പറയണേ? അതെനിക്ക് അതിൻ്റെ യുക്തി മനസ്സിലാക്കുന്നില്ല. ചുരുക്കത്തിൽ ഞാനിങ്ങനെ പറയുന്നതിന് കാരണം, ഈ മറിയത്തെ ആക്ഷേപിച്ച് കത്തോലിക്ക സഭയിൽ നിന്ന് ഒരുപാട് പേര് ഇപ്പോഴും കൊണ്ടുപോകുന്നുണ്ട്. അതിന് തടയിടേണ്ടതും മറിയത്തെ സംരക്ഷിക്കേണ്ടതും മറിയത്തിൻ്റെ മക്കൾ എന്ന നിലയിൽ നമ്മുടെ കടമയാണ്.
കൊന്ത ചൊല്ലിയത് കൊണ്ട് മാത്രം ആ കടമ തീരില്ല. ഒക്ടോബർ മാസം ജപമാല മാസമായി ആചരിച്ചുകൊണ്ട് തീരില്ല. നമ്മുടെ അമ്മയെ അവമാനിക്കുന്നവരെ, അവരുടെ അസത്യത്തെ വലിച്ചു കീറി പുറത്തു കൊണ്ടുവന്ന് അവർ ചെയ്യുന്നത് അസത്യമാണെന്നും അത് തെറ്റാണെന്നും തിരുവചനത്തിന് എതിരാണെന്നും നമ്മൾ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. അതിനുള്ള ട്രെയിനിങ് കത്തോലിക്കർക്ക് വേണം. അങ്ങനെ ട്രെയിനിങ് ഇല്ലാത്തത് കൊണ്ടാണ് മറ്റുള്ളവർ എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ വീണു പോകുന്നത്. ഇത് ആഴമേറിയ വചനത്തിൻ്റെ കാലയളവാണ്, വെറും ഭക്തിയുടെ മാത്രം കാലയളവല്ല. ഭക്തി വേണം, സ്നേഹം വേണം. ഭക്തിയിലൂടെയാണ് സ്നേഹം പ്രകടിപ്പിക്കുക. പക്ഷെ അത് മാത്രം പോരാ. വിശ്വാസവും സ്നേഹവും പ്രകടിപ്പിക്കാൻ ഒരു ഘട്ടം കൂടിയുണ്ട്. എന്താണ്? ആഴമേറിയ വചനത്തിൻ്റെ ഘട്ടം. അതാണ് ഇപ്പോൾ. ആ ആഴമേറിയ വചനം പഠിച്ച് ആ വചനത്തിൽ നിന്ന് തെറ്റിപ്പോയിട്ടുള്ളവരെ തിരിച്ചു കൊണ്ടുവന്ന് അമ്മയുടെ മുമ്പിൽ അവരെ കാഴ്ചവെക്കണം. അപ്പോഴാണ് ശരിക്കും സ്നേഹമാകുക. അതുണ്ടാകാൻ നമുക്ക് കഴിയട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.